ഇന്നേ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സെമോളിന ആൽമണ്ട് ഓറഞ്ച് കേക്കാണ്. റവ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് സിറപ്പൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ്. ഇതൊരു കേക്ക് എന്നതിലുപരി ഒരു നല്ലൊരു സ്വീറ്റാണ്, ഒരു ഡെസേർട്ട് ഐറ്റം ആണ്. കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന കേക്ക്. പിന്നെ അത് മാത്രമല്ല, ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ സെമോളിന ആൽമണ്ട് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്, ഏതായാലും കുഴപ്പമില്ല. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്, അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അത്രയും അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പൊടിച്ചു കൊടുക്കാം. നല്ല എത്രത്തോളം തരിയില്ലാതെ പൊടിച്ചെടുക്കാമോ അത്രയും ഫൈനാക്കി എടുക്കാം. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സാക്കി വെക്കാം. നമ്മൾ മാവൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറാണ് എടുക്കുന്നത്. അതിലൊട്ടും വെള്ളമില്ലാന്നൊന്ന് ഉറപ്പ് വരുത്തണേ. ഇനി അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ച് പതിപ്പിക്കുക. 1 മിനിറ്റൊക്കെ നല്ല ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. അതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ഹൈ സ്പീഡിലിടരുത്, ലോ സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അങ്ങ് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കണ്ട് നല്ല പതഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റവയല്ലേ, അപ്പോൾ കുറച്ചുകൂടെ നല്ലതുപോലെ കുതിർന്ന് വരണം. അപ്പോഴാണ് അത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ഓറഞ്ചാണ്. ഇപ്പോൾ ഓറഞ്ച് കിട്ടാനില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് മുസാമ്പിയാണ് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓറഞ്ച് വെച്ചിട്ടും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുത്തതാണ്. ഇതിൻ്റെ പുറം ഭാഗത്തെ ആ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലത്തെ വെള്ള പോർഷൻ ഇതിൽ പെടാതെ ശ്രദ്ധിക്കണം. വെള്ളം വന്നു കഴിഞ്ഞാൽ കേക്കിനൊരു കയ്പ്പ് രസം വരും. ഓറഞ്ച് ഭാഗം മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഓറഞ്ചിൻ്റെയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലും ഉണ്ടാവും. അതെല്ലാം തട്ടിയിട്ട് കൊടുക്കാം. അപ്പം ഇത്രയുണ്ട്. ഇത് ശരിക്കും ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇനി അതിൻ്റെ 1/4 ഭാഗത്തോളം ഗ്രേറ്റ് ചെയ്ത പീല് നമുക്ക് ഈ മാവിലേക്ക് നടുക്കേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇടണമെന്നില്ല, അവസാനം ഇട്ടാലും മതി. ഞാൻ ജസ്റ്റ് അവിടെ ബൗൾ അവിടെ കണ്ടപ്പോൾ അതിനകത്തോട്ട് അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. നമുക്ക് ഓറഞ്ച് തൊലി പൊളിക്കാം. ഓറഞ്ചെല്ലാം മുസാമ്പി തൊലി പൊളിക്കാൻ ഇച്ചിരി പാടെല്ലാം. ഓറഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞ് വരും. മുസാമ്പി ആകുമ്പോൾ എല്ലാം പറ്റി അവിടെ പിടിച്ചിരിക്കും. പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ഒരു 3 അല്ലി എടുത്ത് മാറ്റി വെക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ്, കുരുവൊക്കെ ഉണ്ടെങ്കിൽ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കാം. ഇതിലിപ്പോൾ അധികം കുരുവൊന്നും കാണുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിരുന്നു. ഇനി നമുക്കിത് ഓരോ അല്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കേക്കിലിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. കേക്ക് കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് അങ്ങ് ഇട്ട് വെച്ച് കൊടുത്തേക്കാം. അവിടെ ഇരുന്നോട്ടെ. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്, അനങ്ങാതെ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് അടുത്ത ഓറഞ്ചും കൂടെ ഒന്ന് തൊലി പൊളിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് നമുക്ക് എടുക്കേണ്ടത്. മിക്സിയിലിട്ട് അടിക്കേണ്ട. അടിക്കുമ്പോഴത്തേക്ക് അത് അരഞ്ഞിട്ട് കയ്പ്പ് രസം വരും. ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് സ്ക്യൂസ് ചെയ്യുന്ന സംഭവമില്ലേ, അതിൽ വെച്ച് സ്ക്യൂസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അമർത്തി ഇതാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓറഞ്ച് അല്ലല്ലോ, മുസാമ്പി ആയതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ പിഴിയുന്ന സംഭവമില്ലേ, അതിനകത്തോട്ട് എടുത്തിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തതാണ്. അതിനകത്ത് കുരു ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കൊടുക്കാം. 2 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഒരു 1/2 കപ്പോളം ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓറഞ്ചിൻ്റെ പീല് ഗ്രേറ്റ് ചെയ്തില്ലേ, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഇടുന്നത്. 3/4 ഭാഗം നേരത്തെ ഇട്ടിരുന്നത്. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല മണമാണ് ഓറഞ്ചിൻ്റെ, അറിയാലോ, നല്ല സ്മെല്ലായിരിക്കുമല്ലോ. അത് ഒരു മിനിറ്റ് ഒന്നിരുന്ന് തിളച്ചോട്ടെ. അതിൻ്റെ ആ ഗ്രേറ്റ് ചെയ്തിട്ട് പീലിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഓവൻ സെറ്റപ്പ് റെഡിയാക്കാം. സാധാരണ അലൂമിനിയം പാത്രമാണ്. ഒരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണേ.
പലപ്പോഴും ഞാൻ ഓവൻ്റെ കാര്യം പറയാൻ വിട്ടു, ഇത് ചെയ്ത് അതിൻ്റെ കാര്യം പറയാൻ വിട്ടു. അപ്പോൾ ഓവൻ ഉപയോഗിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ പറയണേന്ന്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. 5 ഇഞ്ച് വരുന്ന സ്ക്വയർ ബേക്കിംഗ് ട്രേ ആണ്, ഏതായാലും കുഴപ്പമില്ല. ഇനി സ്റ്റീലിൻ്റെ ചോറ്റുപാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂകിയിട്ട് എല്ലാം കൂടെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പം മൈദയെല്ലാം അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നോളൂ. അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആവാറായിട്ടോ. നമുക്കിത് എടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പില്ലേ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ സിറപ്പ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. നന്നായിട്ട് തണുത്തു എന്ന് ഉറപ്പ് വരുത്തണേ. റൂം ടെമ്പറേച്ചറിൽ ആയാൽ മതി. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് അതങ്ങ് പതഞ്ഞ് വരുവേ. ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു സിട്രസ് ഫ്രൂട്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു പുളി കൊണ്ട് ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ഇത് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വിനീഗർ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഈ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ഒരേപോലെ ഈ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ എത്താനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഫോം ചെയ്യുമല്ലോ, അതൊന്ന് പോകാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബദാം കട്ട് ചെയ്ത് വെച്ചതാണ്, നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്താണ്, അത് ഇങ്ങനെ എല്ലായിടത്തുമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ബദാം ഇടണം എന്നില്ല, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിരുന്നാലും മതി. ആൽമണ്ട് ഓറഞ്ച് കേക്ക് അല്ലേ, അപ്പോൾ ആൽമണ്ട് അല്ലേ വേണ്ടത്. അപ്പോൾ അതെല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം, പക്ഷെ അത് മതി. നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടുണ്ട്, 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് ട്രേ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ അടപ്പെടുത്തങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് ട്രേയും കൂടെ വെച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ്സ് വെക്കേണ്ടി വരും. അപ്പം കുഴപ്പമില്ല, ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തുറന്നു നോക്കാം. എന്നിട്ട് എന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തിരുന്നാൽ മതി. പിന്നെ തീയുടെ ചൂടിനനുസരിച്ചൊക്കെ ആ ഒരു ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വരുവേ. അപ്പോൾ അതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല മണം വരുന്നിട്ട് ഒരു രക്ഷയില്ല. സ്ക്യൂർ വെച്ചൊന്ന് കുത്തി വെക്കാം, അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നമുക്കിതിനെ എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അടച്ചു വയ്ക്കുമ്പോൾ ഒരു തുണിയിട്ട് മൂടി വെച്ചാൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഡിമോൾഡ് ചെയ്തെടുക്കാം. സൈഡിൽ കൂടെ കത്തി ഒന്ന് ഓടിച്ച് തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങ് വരും. എന്നിട്ട് ആ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് വിടിയിച്ച് വെച്ച് കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ബട്ടർ പേപ്പർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ സിറപ്പ് ഒഴിക്കാൻ പോകല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് നനഞ്ഞ് കുതിർന്നിട്ടേ ഇതിൽ പേപ്പർ പിന്നെ എടുത്ത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ കേക്ക് ട്രേയിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഓറഞ്ച് സിറപ്പ് ഒഴിക്കുന്ന പരിപാടി. സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചതല്ലേ. ഇനി സിറപ്പ് നമുക്ക് എല്ലായിടത്തുമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മേലെ മാത്രമല്ല സൈഡിൽ കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കണേ. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പെട്ടെന്ന് ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ ആ ഓറഞ്ചിൻ്റെ തരി ഒക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം അവിടെ തന്നെ അതിനകത്ത് തന്നെ കിടന്നോട്ടെ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് നന്നായിട്ട് കുതിർന്ന് സെറ്റായിട്ട് വരണം. ഇതിനിപ്പോൾ ഇന്ന് എടുക്കണമെന്നില്ല, നാളെ എടുക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. ഞാൻ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എടുക്കും. ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതാണ്, വൈകുന്നേരമാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിതിങ്ങ് തട്ടിക്കൊടുത്താൽ മതി എടുത്തിട്ട്. ചിലപ്പോൾ ഇളകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും സിറപ്പൊക്കെ ഒഴിച്ചതുകൊണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കത്തി വെച്ച് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് വേണമെങ്കിൽ വിടിയിച്ച് കൊടുക്കാം. തിരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഓറഞ്ചിൻ്റെ കളറും അടിപൊളി, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് വെച്ചും 3ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 9 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 450 ഗ്രാമാണ്. സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 250 രൂപയൊക്കെ വാങ്ങിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ ആ ഓറഞ്ചിൻ്റെ സിറപ്പ് ഇങ്ങനെ വായിലേക്ക് വരുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഒരു ഹെവൻലി ഫീലിംഗ് ആണ്. അതുമാത്രമല്ല ഈ ഒരു ബദാമില്ലേ, ബദാമിൻ്റെ മുകളിലേക്കൊക്കെ ഇത് ഓറഞ്ച് ജ്യൂസ് അങ്ങ് അബ്സോർബായിട്ട് അതിൻ്റെ ടേസ്റ്റും വേറെ ലെവലാട്ടോ. കേക്ക് നല്ല സോഫ്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. കാരണം ആ നമ്മൾ കഴിക്കുമ്പം അത്രയും അതിൻ്റെ ആ സിറപ്പ് വരുന്നുണ്ട്. മധുരമൊക്കെ പാകമാണ്. പെർഫെക്റ്റ് ഓറഞ്ച് ആൽമണ്ട് സെമോളിന കേക്കാണ്, എങ്ങനെ വേണേലും പറയാം.
ഇത് ശരിക്കും ഇന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് നാളെ കഴിക്കുന്നതാണേ. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് നാളെ കഴിച്ച് നോക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. 2 ദിവസമൊക്കെ പുറത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ കഴിക്കുന്നതിന് കുറേ മുമ്പേ എടുത്ത് പുറത്ത് വെച്ച് ആ തണുപ്പ് മാറിയതിന് ശേഷം കഴിക്കാം. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ, അപാര ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ശരിക്കും ഇതിൽ നമുക്ക് ഒന്നിനൊന്നും നിർത്താൻ പറ്റില്ല കേട്ടോ, പിന്നെ എടുത്ത് കഴിച്ചു പോകും. ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.